ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കട്ടപ്പന എത്താൻ ഇനി ഒരു കുറച്ച് ദൂരവും കൂടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ട് നമ്മൾ അവിടെ നിർത്തിയേക്കണേ. കണ്ടോ, ചർച്ച്, സെൻറ്റ് ജോസഫ് ചർച്ച്, കൊച്ചു തൊവാല. കൊച്ചു തൊവാല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, നല്ലൊരു അടിപൊളി ചർച്ച് ഉണ്ട്. സ്റ്റെപ്പ് വഴി മേളിലേക്ക് കയറണം. അപ്പോൾ ഇതാ ഷാജിപ്പാപ്പൻ ഇവിടെ വണ്ടിയൊക്കെ ഒതുക്കി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റീപ്പ് ഇറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് എക്സ്പീരിയൻസ്? വളരെ അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ തേക്കടി പോയിട്ട് വേറെ ജീപ്പ് റൈഡ് വല്ലതും എടുക്കേണ്ടി വരും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളി രസമായിരുന്നു. അത് തന്നെ. പക്ഷെ നമുക്ക് മേളിൽ വെച്ച് 2 റൂട്ട് കിട്ടി. വേണമെങ്കിൽ മേളിൽ കൂടി നല്ല റൂട്ടിൽ കൂടി പോകുമായിരുന്നു. പക്ഷെ നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തു. യെസ്, അതാണ് അഡ്വഞ്ചർ. അതാണ്. അപ്പോൾ ഗൈസ്, ബാക്കിയുള്ള വണ്ടികളും ആളുകളും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ആ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കവും ആ ഓഫ് റോഡ് എക്സ്പീരിയൻസും എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അൺബിലീവബിൾ എക്സ്പീരിയൻസ്. നിങ്ങൾക്കൊരു ഓഫ് റോഡ് റൈഡിന് വേണ്ടി ഈ റൂട്ടിലൂടെ വന്നാൽ മതി. കട്ടപ്പന ഇതുവരെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ കണ്ട വഴികൾ ഈ സ്ഥലത്തിന്റെ MLA പോലും കണ്ടിട്ടുണ്ടാവില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ആ കോൺക്രീറ്റിന്റെ ഇടയിലും കമ്പികൾ കാണാമായിരുന്നു, TMT കമ്പികൾ. അത് ആരോ ഏതോ കാലത്ത് വെച്ചിട്ട് പോയതാ. സായിപ്പായിരിക്കും തോന്നുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഈ പ്രാവശ്യം ഓഫ് റോഡിങ് ഇല്ലെന്ന് മാർക്കൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തൊരു റൂട്ടായിരുന്നു ഇത്. എല്ലാവർക്കും നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഈ വഴിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഗൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണേ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊച്ചു തൊവാല. കണ്ടോ, ഈ ചർച്ചിൻ്റെ സൈഡിലൂടെയുള്ള ആ ഒരു വഴിയാണ്. കണ്ടോ, ആ ഒരു വഴി കണ്ടോ, കടയുടെ ആ സൈഡിൽ കൂടി. അവിടെ ഇപ്പോൾ നമ്മൾ അവിടെ കൂടിയാണ് ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോണേണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളി വഴി, നല്ല അടിപൊളി കൂൾ ഒരു ക്ലൈമറ്റ്. അവിടെ കൂടിയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. ഇതുണ്ടോ, നല്ല ഫുൾ പച്ചപ്പ്, നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ കട്ടപ്പനക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യപ്പോൾ. അല്ല, നമ്മൾ കട്ടപ്പന കഴിഞ്ഞ് ഇനി നമ്മൾ കുമളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ വഴി. കട്ടപ്പന കഴിഞ്ഞ് കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ഏലക്കാടുകളുടെ നടുവിലൂടെ ഏലത്തിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ചുകൊണ്ട്, ആ കാറ്റൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് ആ ഒരു തണുത്തൊരു ക്ലൈമറ്റിലൂടെ നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ് ആനവിലാസം. യെസ്, ആനവിലാസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാപ്പൻ അപ്പൊ നമ്മള് റൂമില് ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് നമ്മളുടെ ഹോട്ടല്. അപ്പോൾ അതേ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തേക്കണേ. കാണോ, നമ്മളിവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണേണ്. ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒരു തമിഴ്നാട് സ്റ്റൈൽ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടേക്കാണ് നമ്മൾ പോകുന്നത് മാർക്കോ? നമ്മളിപ്പോൾ എത്തിരിക്കുകയാണ് കുമളി. ഇനി അടുത്ത പരിപാടിയാണ് ലഞ്ച്. ഒരു അടിപൊളി ലഞ്ച്. ഇതാ കാണുന്നതാണ് ബോർഡർ. അവിടെ ഒരു ബോർഡുണ്ട്, നീല ബോർഡ്. ഞാൻ കാണിച്ചു തരാം. ആ കണ്ടോ, അത് നീല ബോർഡ്. നന്ദി, വീണ്ടും വരിക. താങ്ക് യു, വിസിറ്റ് അഗൈൻ കേരള സ്റ്റേറ്റ് NH 220. അപ്പുറത്ത് കണ്ടോ, തേനി 63. ഇതേ കുരങ്ങൻ പോകുന്നു. അതിൻ്റെ അപ്പുറത്ത് നമ്മളുടെ AI ക്യാമറ. തേനി തൃച്ചി, തേനി 63 കിലോമീറ്റർ, തൃച്ചി 236, ചെന്നൈ 559. അതാണ് ബോർഡർ. ഓക്കെ, നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എന്തുന്നത്, ഗ്രാമപഞ്ചായത്ത് ഇടുക്കി പൊതുവേദി. കേരള സൈറ്റ് സീയിങ് 2 മണിക്കൂർ 2000 രൂപ. 2 മുതൽ 6 പേർക്ക് വരെ 4 വ്യൂ പോയിന്റ്. തമിഴ്നാട് സൈറ്റ് സീയിങ് 2 മണിക്കൂർ 2000 രൂപ. 2 തുടങ്ങി 6 പേർക്ക് 4 പോയിന്റ് കാണിച്ചു തരും. സത്രം ജംഗിൾ ബോർഡർ ഓഫ് റോഡ് ജീപ്പ് സഫാരി 2 മുതൽ 6 പേർക്ക് 4 പോയിന്റ്സ്. 3 മണിക്കൂറത്തേക്ക് 2500. ഇതാണ് ജീപ്പിൻ്റെ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്. 2 വീലർ പാർക്കിംഗ് നോട്ട് അലൗഡ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുത്തിട്ട്, ജീപ്പ് എടുത്തിട്ട് നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോവാം. അത് ബസ് സ്റ്റാൻഡാണ്. കണ്ടോ, KSRTC പ്രൈവറ്റ് ബസ്സും എല്ലാം നിർത്തിയിട്ടുണ്ട്. സെൻട്രൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനാണ് നമുക്ക്. അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങടേക്കാണ് കയറാൻ പോകുന്നത്. എന്തൊക്കെ കിട്ടും എന്ന് നമുക്ക് അവിടെ ചെന്ന് കണ്ടറിയാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് സെൻട്രൽ
ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. നമ്മളിപ്പം വെറൈറ്റി സാധനങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരു കപ്പ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പൊറോട്ട ബീഫ് കറി പറഞ്ഞിട്ടുണ്ട്, ഷായിച്ചാൻ ഒരു പ്ലേറ്റ് മാത്രം പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി വന്നിട്ടുണ്ട് അതിനകത്തിട്ടാണുള്ളത്. പിന്നെ ബാക്കി സാധനങ്ങൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും. ബിരിയാണി പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു വളരെ ശ്രദ്ധയോടെ. അപ്പോൾ നമ്മൾ ആകെ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പ ബിരിയാണി, ബീഫും പൊറോട്ടയും ബീഫ് ബിരിയാണി 3 ഐറ്റം ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് നമ്മൾ അടുത്ത ഐറ്റംസ് ഓർഡർ ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, നമ്മൾ കുമളിയിൽ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നൈറ്റായി, ഏകദേശം ഭയങ്കര ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ രാത്രി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അരിഷ്ടം മേടിച്ചിട്ടുണ്ട്. ഇവിടെ കുമളിയിൽ നല്ല അരിഷ്ടം കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും അത് മേടിച്ചു. നമ്മൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് അരിഷ്ടം മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിയേഴ്സ് അടിക്കാൻ വേണ്ടി പോകണേ.